ഇലക്ഷൻ എടുക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കോമഡിയായി തോന്നുന്നത് ഇപ്പോൾ നടക്കുന്ന താരസംഘടന അമ്മയുടെ തിരഞ്ഞെടുപ്പ് മാമാങ്കമാണ്. തമ്മിലടിയും പാരവെപ്പും അവിടെ കഴിഞ്ഞ പിന്നെ ഇത്രയും കണ്ടിട്ടുള്ളത് താരസംഘടനയിലാണ്. നമ്മുടെ പ്രിയപ്പെട്ട അഭിനേതാക്കളുടെ ഏറ്റവും നല്ല അഭിനയം കാണണമെങ്കിൽ അമ്മ ജനറൽ യോഗം കൂടുന്നത് കണ്ടാൽ മതിയാകും. മലയാളികളുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ ഒഴിയുമ്പോൾ കൊളുത്തി വെച്ച തിരിയാണ് ഇപ്പോഴും നിന്ന് കത്തുന്നത്. മുൻപ് ഇന്നസെന്റ് ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഐക്യമൊക്കെ ഈ അമ്മയിൽ തന്നെയാണോ ഉണ്ടായിരുന്നത് എന്ന് മൂക്കത്ത് വിരൽ വെച്ച് പോകും. തമ്മിലടിയും പാരവെപ്പും പരസ്പരം ചെളിവാരി എറിയലുമൊക്കെയായി ബഹുവിശേഷം തന്നെയാണ് അമ്മയിപ്പോൾ. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ജയിക്കാൻ ഏറെ സാധ്യതയുണ്ട് എന്ന് പറയുന്ന ശ്വേത മേനോൻ യഥാർത്ഥത്തിൽ ഒരു ഡമ്മി സ്ഥാനാർത്ഥിയാണ്. മോഹൻലാലും മമ്മൂട്ടിയും കീ കൊടുക്കുന്നതിനനുസരിച്ച് ആടാൻ തയ്യാറെടുക്കുന്ന ഒരു കളിപ്പാവ. ഇത്തവണ വനിതാ പ്രാതിനിധ്യം എന്നൊക്കെ തള്ളിമറിക്കുന്നത് കേട്ടു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ അതിനെ പുച്ഛിച്ചു വിട്ട തൻ്റെ സഹപ്രവർത്തകന്റെ ഭാഗത്തു നിന്നും ഒരു അറ്റാക്ക് ഉണ്ടായി എന്നറിഞ്ഞപ്പോൾ ഒരക്ഷരം മിണ്ടാതെ നിന്ന ശ്വേത മേനോന് പ്രസിഡന്റ് ആവാനുള്ള യോഗ്യത എന്താണെന്നാണ് മനസ്സിലാവാത്തത്. ഇതിൻ്റെയൊക്കെ ഇടയിൽപ്പെട്ട് നമ്മളെല്ലാം മറന്നുപോയ ഒരാളാണ് നമ്മുടെ ദിലീപ്. ഇപ്പോഴും പ്രശ്നങ്ങളൊന്നുമില്ലാതെ ദിലീപ് മലയാള സിനിമയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ കളികളൊന്നും അവിടെ നടക്കില്ലായിരുന്നു. ഇതിപ്പോൾ മോഹൻലാൽ കൂടി ഇറങ്ങിയതോടുകൂടി നാഥനില്ല കളരി പോലെയായി കാര്യങ്ങൾ. മോഹൻലാൽ മമ്മൂട്ടി തലമുറ കഴിഞ്ഞു വന്ന തലമുറയിലെ പൃഥ്വിരാജ്, കുഞ്ചാക്കോ ബോബനൊക്കെ നൈസായിട്ട് ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന വിഷയമേ അല്ല എന്ന മട്ടിൽ മാറി നിൽക്കുന്നതാണ് ഏറ്റവും അതിശയകരമായ കാര്യം. അതേസമയം മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും പൂർണ്ണ പിന്തുണയോട് കൂടി ഇറങ്ങിയ ശ്വേത മേനോനെ തോൽപ്പിക്കാൻ മറ്റൊരു പാനൽ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ കിട്ടിയ ന്യൂസ്. ശ്വേതയുടെ എതിർ സ്ഥാനാർത്ഥിയായ ദേവനൊക്കെ കളിയറിയാതെ ആട്ടം കാണുകയാണ് എന്ന് വേണം പറയാൻ. ദേവന് പുറകിൽ ജോയ് മാത്യു ആണെന്നാണ് കേൾക്കുന്നത്. ജയിക്കുന്നവർ മൊത്തം തൻ്റെ പക്ഷത്ത് നിന്നാവൻ കിണഞ്ഞു പരിശ്രമിക്കുകയായിരുന്നു ജോയ് മാത്യു. അത്തരത്തിൽ ജോയ് മാത്യുവിന് കണ്ണുള്ള ഒന്നായിരുന്നു ജോയിന്റ് സെക്രട്ടറി സ്ഥാനം. മുൻപത്തെ കണക്കുകൂട്ടൽ പ്രകാരം വിനു മോഹൻ ഒരുപാട് സ്ഥാനങ്ങളിലേക്ക് പത്രിക കൊടുത്തിരുന്നുവെന്നും അതിൽ ജോയിന്റ് സെക്രട്ടറി സ്ഥാനവും ഉണ്ടായിരുന്നുവെന്നും ഒടുക്കം ബാക്കിയെല്ലാം പിൻവലിച്ചുകൊണ്ട് അൻസിബയ്ക്ക് എതിരെ നിന്ന് മാത്രമേ മത്സരിക്കൂ എന്നൊക്കെ ജോയ് മാത്യുവിന് വാക്ക് കൊടുത്തിരുന്നു എന്നൊക്കെ കിംവദന്തികളുണ്ട്. ഇത് വിശ്വസിച്ച് ജോയ് മാത്യു എന്നാൽ അങ്ങനെ ആവട്ടെ എന്ന് കരുതുകയും ചെയ്തു. എന്നാൽ പ്രതീക്ഷകളെല്ലാം തകിടം മറിച്ചുകൊണ്ട് ജോയിന്റ് സെക്രട്ടറി പത്രിക അടക്കം പിൻവലിച്ചുകൊണ്ട് എക്സിക്യൂട്ടീവിലേക്ക് മാത്രം അദ്ദേഹം തിരിഞ്ഞതോടുകൂടി അൻസിബ ഏകപക്ഷീയമായി ജയിക്കുകയും ജോയ് മാത്യു കണ്ണു തള്ളിയിരിക്കുകയുമായിരുന്നു. അൻസിബയാകട്ടെ മത്സരിക്കുന്നതിന് മുൻപ് തന്നെ ജയിച്ചതും പോരാഞ്ഞ് ജോയ് മാത്യു പക്ഷത്തെ അനൂപ് ചന്ദ്രനെതിരെ പോലീസിൽ അടക്കം പരാതി നൽകിയതോടുകൂടി ഇതിനെല്ലാം കാരണമായ വിനു മോഹനെ ചത്താലും ജയിപ്പിക്കില്ല എന്ന് പറഞ്ഞ് നടക്കുകയാണ് ജോയ് മാത്യു എന്നാണ് കേട്ടത്. എന്തായാലും സംഭവം കൊള്ളാം. ഇവരൊക്കെ കൂടി കേരള പൊളിറ്റിക്സിലേക്ക് കൂടി വരണമെന്നാണ് എൻ്റെ ഒരു ഇത്. നമ്മുടെ പ്രതിപക്ഷ പാർട്ടിയിലെങ്ങാനുമാണ് വരുന്നതെങ്കിൽ ബഹു കേമമായിരിക്കും കാര്യങ്ങൾ.